അടിമുടി ദുരൂഹതയാണ്. വയനാട്ടിലെ ഒരു ടൗൺഷിപ്പിന്റെ കാര്യത്തിൽ ദുരൂഹതയാണെങ്കിൽ 2 ലക്ഷം കോടി രൂപയോളം ട്രാൻസാക്ട് ചെയ്യുന്ന നമ്മുടെ ബഡ്ജറ്റൊക്കെ ഈ നേതാക്കളുടെ കയ്യിൽ എടുത്തു കൊടുത്താൽ എന്തോ ഒരു ദുരൂഹതയായിരിക്കും എന്നുള്ളതാണ് എനിക്ക് സംശയം. അവിടെയാണ് കെ.സി. വേണുഗോപാൽ പറയുന്നത്, സ്വന്തമായിട്ട് വാഗ്ദാനം ചെയ്ത പറമ്പിൽ ഒരു കക്കൂസ് പോലും നിർമ്മിക്കാൻ പറ്റാതെ പറയാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ചൂരമല മുണ്ടക്കി ദുരന്തബാധിതരുടെ വീടുകളുടെ പൂർത്തീകരണം. ഇനി അവിടെ പൂർത്തീകരിക്കാൻ ഒന്നുമില്ല സാർ. സർക്കാർ വരുമ്പോഴേക്കും ബാക്കി പ്രവൃത്തികളെല്ലാം സർക്കാരിന്റെ ടൗൺഷിപ്പിൽ പൂർത്തിയാവും. നമ്മുടെ DYFI എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടല്ലോ, ആ പ്രസ്ഥാനത്തെ അങ്ങനെ എഴുതിത്തള്ളാൻ പറ്റൂല. ചില ആളുകളൊക്കെ എഴുതിത്തള്ളും. ആ പ്രസ്ഥാനം ആക്രി കച്ചവടം നടത്തിയും സാധാരണക്കാരായ മനുഷ്യർക്ക് കൂലിപ്പണി എടുത്തും അധ്വാനിച്ചുണ്ടാക്കിയ പണത്തിൽ നിന്നാണ് 20 കോടി രൂപ, എത്ര 20 crores ഇപ്പോ കോൺഗ്രസ് എന്ന ഇന്ത്യ മുഴുവൻ പറന്നു കിടക്കുന്ന ദേശീയ പാർട്ടി ഉണ്ടാക്കിയതിന്റെ 4 ഇരട്ടി കേരളത്തിലെ DYFI എന്ന് പറയുന്ന പ്രസ്ഥാനം പിരിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തുകയാണ് സ്മൃതി. ഇന്നിപ്പോ വയനാടുമായി ബന്ധപ്പെട്ട് നമ്മൾ കാത്തിരുന്ന ആ കണക്ക് പുറത്തു വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഐ എം ഷോക്ഡ് എന്ന് തന്നെ പറയേണ്ടി വരും. ഞാൻ ഒരു സിനിമയുടെ പേര് പറയാം, കള്ളൻ പവിത്രൻ. പക്ഷേ സ്മൃതിക്കൊക്കെ ഓർമ്മയുണ്ടാവും, പത്മരാജൻ പണ്ട് സംവിധാനം ചെയ്തൊരു സിനിമയാണ്. എനിക്ക് ഈ വയനാട്ടിലെ ഫണ്ട് ഇന്ന് വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കള്ളൻ പവിത്രൻ എന്ന സിനിമയാണ് ഓർമ്മ വരുന്നത്. പല നേതാക്കൾ എങ്ങനെയാണ് ഈ വയനാട്ടിലെ ഫണ്ട് സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ നൽകിയത് അത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ദൃശ്യം എന്ന സിനിമയിലെ ജോർജ് കുട്ടിയാണ്. ഈ 2 സിനിമകളും വയനാടൻ ഫണ്ടുമായിട്ട് ബന്ധമുണ്ട്. സാധാരണ രീതിയിൽ കോൺഗ്രസിനെ കുറിച്ചുള്ള ഒരു ആക്ഷേപം, പിരിക്കുന്ന ഫണ്ട് കൃത്യമായിട്ട് എന്തിനു വേണ്ടിയാണോ പിരിക്കുന്നത് അവിടെ എത്താറില്ല എന്നുള്ളൊരു പഴി പലപ്പോഴും കോൺഗ്രസ് നേതാക്കൾക്ക് കിട്ടാറുണ്ട്. CPM ആണ് അത് ഏറ്റവും കൂടുതൽ ആരോപിക്കുന്നത്. ചില കാര്യങ്ങളിലേക്ക് വാസ്തവമാണ്. ഇപ്പോൾ കരുണാകരന്റെ ഫണ്ട്, ലീഡറിന്റെ സ്മാരകത്തിന് വേണ്ടിയിട്ട് പിരിച്ച ഫണ്ട് എവിടെയെന്ന് ചോദിക്കുന്നത് ലീഡറിന്റെ മകളായ പത്മജ തന്നെയാണ്. പാർട്ടിക്കുള്ളിൽ തന്നെ പലരും ചോദിച്ചിരുന്നു, ലീഡറിന് വേണ്ടി പിരിച്ച K. കരുണാകരന്റെ സ്മാരകത്തിന് വേണ്ടി പിരിച്ച പണം എവിടെ എന്നൊരു ചോദ്യം ചോദിച്ചിട്ട് അതിന് കൃത്യമായ ഉത്തരം കിട്ടിയിട്ടില്ല. സ്റ്റീഫന് സ്മാരകം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പണം പിരിച്ചതിന്റെ കണക്ക് ഇതൊരു ഉത്തരം കിട്ടിയിട്ടില്ല. എന്തിന് പണ്ട് പനമ്പള്ളി ഗോവിന്ദമേനോന്റെയും ലീലാ ദാമോദരന്റെയും ഒക്കെ സ്മാരകത്തിന് വേണ്ടി പണം പിരിച്ചിട്ട് എവിടെ സ്മാരകം എന്ന ചോദ്യം അവിടെ കിടക്കുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതൊക്കെ അല്ലറ ചില്ലറ ഫണ്ടുകളാണെങ്കിൽ ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്ന അതാണോ സ്മൃതി? ഇന്നിപ്പോ പുറത്തു വന്നിരിക്കുന്നത് കള്ളംപവിത്രൻ എങ്ങനെയാണ് പിടിയിലാവുന്നത്? കള്ളംപവിത്രൻ ചെറിയ തട്ടിപ്പൊക്കെ നടത്തിയപ്പോൾ രക്ഷപ്പെട്ടു പോയിരുന്നു. പക്ഷേ പ്രതിമയും ബാക്കിയുള്ള കിണ്ടിയും സ്വർണ്ണവും തങ്കവും ഒക്കെ കേൾക്കാൻ പോവുകയും പിന്നീട് ചില ബന്ധങ്ങളിലേക്കൊക്കെ ചാടുകയും ചെയ്തപ്പോഴാണ് പിടിക്കപ്പെടുന്നത്. ഇവിടെ ഈ പിടിക്കപ്പെടുന്ന ഘട്ടമുണ്ടാവുന്നു. ഇന്ന് യഥാർത്ഥത്തിൽ തൊലിയുരിഞ്ഞ് നിൽക്കുകയല്ലേ കോൺഗ്രസിലെ നേതാക്കൾക്ക് കൃത്യമായിട്ട് ഉത്തരം പറയാൻ പറ്റുന്നുണ്ടോ? എന്താ നേതാക്കൾ പറഞ്ഞ പ്രതികരണങ്ങൾ? എന്താ VD സതീശൻ പറഞ്ഞത്? വീട് പണി തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് പോയാൽ കാണാൻ പറ്റുമെന്നാണ്. നട്ടാക്കുരുക്കാത്ത നുണയായിരുന്നില്ലേ? അവിടെ വീട് പണി തുടങ്ങിയോ? നമ്മൾ പോയി കാണിച്ചു കൊടുത്തതല്ലേ? ഒരു വീട് പണിയും അവിടെ തുടങ്ങിയില്ല. അവിടെ വീട് പണി തുടങ്ങാൻ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെന്ന് ഇന്നാണ് KPCC പ്രസിഡന്റ് പറയുന്നത്. നമ്മുടെയൊക്കെ നമ്മുടെ റിപ്പോർട്ടിന്റെ തൊട്ടപ്പുറത്തുള്ള നമ്മുടെ ഇൻക്യുബേഷൻ സെന്ററിലേക്ക് പോയാൽ, അവിടെയുള്ള നമ്മുടെ സ്റ്റാർട്ടപ്പ് മിഷനിലേക്ക് പോയാൽ 15,000 രൂപയ്ക്ക് നല്ല ഒന്നാന്തരം ആപ്പ് നിർമ്മിച്ചു കൊടുക്കും. അവിടെയാണ് 9 ലക്ഷം രൂപയുടെ ആപ്പ്. ഇതിനു വേണ്ടിയിട്ടാണ് വയനാട്ടിലെ മനുഷ്യർക്ക്, ദുരിതബാധിതരായ മനുഷ്യർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പണം പിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് 9 ലക്ഷം രൂപയുടെ ആപ്പ് ഉണ്ടാക്കി. ആ ആപ്പിന്റെ വിവരങ്ങൾ ഒന്ന് പുറത്തുവിട്ടാൽ മതി. ആപ്പും കാണുന്നില്ല, ആപ്പിനകത്തൊരു കണക്കും കാണുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. അവിടെയാണ് ഈ വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിക്കുമ്പോൾ ജനങ്ങൾ ഇത് വിശ്വസിക്കാൻ നിർബന്ധിതരാകും. അതിനിടയ്ക്കാണ് ഈ കണക്ക് വന്നത്. കണക്ക് കിട്ടി ഞാൻ ഞെട്ടിപ്പോയി. എന്താണെന്നറിയാമോ സ്മൃതി? നമ്മുടെ DYFI എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടല്ലോ, ആ പ്രസ്ഥാനത്തെ അങ്ങനെ എഴുതിത്തള്ളാൻ പറ്റൂല. ചില ആളുകളൊക്കെ എഴുതിത്തള്ളും. ആ പ്രസ്ഥാനം ആക്രി കച്ചവടം നടത്തിയും സാധാരണക്കാരായ മനുഷ്യർക്ക് കൂലിപ്പണി എടുത്തും അധ്വാനിച്ചുണ്ടാക്കിയ പണത്തിൽ നിന്നാണ് 20 കോടി രൂപ, എത്ര 20 crores ഇപ്പോ കോൺഗ്രസ് എന്ന ഇന്ത്യ മുഴുവൻ പറന്നു കിടക്കുന്ന ദേശീയ പാർട്ടി ഉണ്ടാക്കിയതിന്റെ 4 ഇരട്ടി കേരളത്തിലെ DYFI എന്ന് പറയുന്ന പ്രസ്ഥാനം പിരിച്ചു കൊടുത്തിട്ടുണ്ട്. 20 കോടി രൂപ. അപ്പോഴാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു കണക്കുമായിട്ട് വരികയാണ്, 5,38,00,000 രൂപ. ഇപ്പോൾ അതിനൊരു ക്ലാരിറ്റി കൂടി വന്നിട്ടുണ്ട്. അതിനകത്ത് യൂത്ത് കോൺഗ്രസ് പിരിച്ച 1,50,00,000 കൂടി വരും എന്നുള്ളതാണ്. അതായത് 4,33,00,000 രൂപ മാത്രമാണ് കോൺഗ്രസ് പിരിച്ചിരിക്കുന്നതെന്നാണ്. ആപ്പിൽ ഈ വിവരം നമ്മൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ധനലക്ഷ്മി ബാങ്കിലായിരുന്നു അക്കൗണ്ട് എന്ന് പറയുന്നു. അക്കൗണ്ടിന്റെ വേറെ ഡീറ്റെയിൽസ് പുറത്തു വന്നിട്ടുണ്ടോ? പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ കണക്ക് തന്നെ നമ്മളെ ഞെട്ടിക്കുന്നതാണ് എന്നുള്ളതാണ്. എന്നാൽ അതേസമയം CPM-ഉം CPM-ന്റെ അനുബന്ധ സംഘടനകളും ബഹുജന വർഗ സംഘടനകളും കൊടുത്തിരിക്കുന്ന കണക്ക് നോക്കുമ്പോഴാണ് 140 കോടിയോളം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തിരിക്കുന്നു. ഡൽഹി ദേശീയ ഘടകം തന്നെ 92,99,000 കൊടുത്തിരിക്കുന്നു. കേരളം സ്വന്തമായിട്ട് പിരിച്ചിട്ടില്ല CPM, അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇത്രയും കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെയാണ് 5 കോടി രൂപ എന്ന് പറയുന്ന, അല്ലെങ്കിൽ 4 കോടി രൂപ എന്ന കണക്കുമായിട്ട് വരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, കള്ളൻ പവിത്രനെ ഓർമ്മപ്പെടുത്തുകയാണ് വയനാട്ടിലെ ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കോൺഗ്രസ് നേതാക്കൾ നടത്തുന്ന പ്രതികരണങ്ങൾ. ഇനി ആ ചില നേതാക്കളുടെ പ്രതികരണങ്ങൾ ഒരു ജോർജ് കുട്ടിയെ കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്താണ്? എന്നിട്ടും വളരെ സത്യസന്ധം എന്ന രീതിയിൽ ഈ നുണ അവതരിപ്പിക്കുകയല്ലേ? എന്താ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്? വീട് നിങ്ങൾ പോയി നോക്കിക്കൊള്ളാനാ പറഞ്ഞത്. ഇന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞ വീട് നിർമ്മിക്കാനെന്ന് മാത്രമല്ല, രണ്ടാമത് വാങ്ങിയ സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ കൊടുക്കാനുള്ള 73 ലക്ഷം രൂപ പോലും ഞങ്ങളുടെ കയ്യിലില്ല. രണ്ടാമത്തെ പ്ലോട്ട് വാങ്ങിയതിന്റെ രജിസ്ട്രേഷൻ നടത്താനുള്ള പൈസ ഞങ്ങളുടെ കയ്യിലില്ല.
ഇത് ഞാൻ അവിടെയുള്ള പരിസര പ്രദേശത്തെ ആളുകളുമായിട്ട് അന്വേഷിച്ചപ്പോൾ ആദ്യം വാങ്ങിയ പ്ലോട്ടിന്റെ തൊട്ടടുത്ത് അടുത്തിടെ നടന്ന ഒരു ട്രാൻസാക്ഷനിൽ 40,000-45,000 രൂപയാണ് സെന്റിന്. ഇവിടെ ഇതെങ്ങനെയാ 1.5 ലക്ഷം രൂപയാവുന്നത്? ഒരേ സ്ഥലത്ത് കിടക്കുന്ന ഒരേപോലെ കിടക്കുന്ന പ്ലോട്ടിന് 3-4 മടങ്ങാണ് കോൺഗ്രസിൽ കാണിച്ചിരിക്കുന്നത്. അവിടെയാണ് KPCC പ്രസിഡന്റ് ആദ്യം 5 കോടി എന്ന് പറയുന്നു, പിന്നീട് 3 കോടി 68 ലക്ഷം രൂപ എന്ന ആധാരത്തിൽ കാണുന്നത് പുറത്തു വരുന്നു. അപ്പൊ അടിമുടി ദുരൂഹതയാണ്. വയനാട്ടിലെ ഒരു ടൗൺഷിപ്പിന്റെ കാര്യത്തിൽ ഈ ദുരൂഹതയാണെങ്കിൽ 2 ലക്ഷം കോടി രൂപയോളം ട്രാൻസാക്ട് ചെയ്ത് നമ്മുടെ ബഡ്ജറ്റൊക്കെ ഈ നേതാക്കളുടെ കയ്യിൽ എടുത്തു കൊടുത്താൽ എന്തോ ഒരു ദുരൂഹതയായിരിക്കും എന്നുള്ളതാണ് എനിക്ക് സംശയം. ഇവിടെയാണ് കോൺഗ്രസ് അവരുടെ വിശ്വാസത കൊണ്ട് കളഞ്ഞു കുളിക്കുന്നത്. ഇതാ നോക്കൂ, മാർച്ച് 26-ാം തീയതി KC വേണുഗോപാൽ പറയുന്നു, UDF സർക്കാർ വന്നാൽ ആദ്യ പരിപാടി മുണ്ടക്കൈ ചൂരമല വീടുകളുടെ പൂർത്തീകരണമായിരിക്കും. ഇതെന്താണ് KC വേണുഗോപാൽ പറയുന്നത്? KC വേണുഗോപാലിന് വലിയ പിടിയുണ്ടോ? ആ വീട്ടിൽ ഇന്നും നാളെയുമായിട്ട് 35-40 ആളുകൾ കയറി താമസിക്കും. അടുത്ത വിഷുവിന് മുമ്പ് ബാക്കിയുള്ള ആളുകൾ താമസിപ്പിക്കും. മഴ വരുന്നതിന് മുമ്പ് ബാക്കിയുള്ള ആളുകൾ കൂടി അവിടെ പ്രവേശനം ഉറപ്പാക്കും. നോക്കൂ, ഇനി അത് 1-2 മാസം കൂടി മുഴുവൻ ഘട്ടത്തിൽ ആളുകളുടെ താല്പര്യമാണ്. വീട് ഉയർന്നു, സ്ട്രക്ചർ ഉയർന്നു, പട്ടയം കിട്ടി, അവിടെ ആളുകൾക്ക് താക്കോൽ ദാനവും നിറവേറ്റി കഴിഞ്ഞു. ശരിയാണ്, നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ ആളുകൾക്ക് ആ ദിവസം തന്നെ താമസിക്കാൻ പറ്റിയില്ല. വലിയൊരു പ്രോജക്റ്റ് ആണല്ലോ, 5 ഘട്ടമായി വികസിച്ച് കിടക്കുക. അവിടെയാണ് KC വേണുഗോപാൽ പറയുന്നത്, സ്വന്തമായിട്ട് വാഗ്ദാനം ചെയ്ത പറമ്പിൽ ഒരു കക്കൂസ് പോലും നിർമ്മിക്കാൻ പറ്റാതെ പറയാണ്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ചൂരമല മുണ്ടക്കൈ ദുരന്ത ബാധിതരുടെ വീടുകളുടെ പൂർത്തീകരണം. ഇനി അവിടെ പൂർത്തീകരിക്കാൻ ഒന്നുമില്ല സാർ. സർക്കാർ വരുമ്പോഴേക്കും ബാക്കി പ്രവൃത്തികളെല്ലാം സർക്കാരിന്റെ ടൗൺഷിപ്പിൽ പൂർത്തിയാവും. കോൺഗ്രസിന്റെ വീട് എവിടെ എന്ന ചോദ്യത്തിന് അവർ പതറി നിൽക്കുന്ന കാഴ്ചയല്ലേ? അതിനുശേഷം കോൺഗ്രസിൽ വയനാട്ടിൽ സ്ഥലം വാങ്ങി കല്ലിട്ട് പണി തുടങ്ങിയ VD സതീശൻ മാർച്ച് 28-ന് പറയുന്നു, ഇന്ന് ഏപ്രിൽ 4-ാം തീയതി വയനാട്ടിൽ വീട് നിർമ്മിക്കാൻ കോൺഗ്രസിന്റെ കയ്യിൽ ഫണ്ടില്ലെന്ന് പറയുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, ദൃശ്യം സിനിമയിലെ ജോർജ് കുട്ടിയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് വയനാടിന്റെ കാര്യത്തിൽ ഉണ്ടാവുന്നത്. പോര് മുറുകുമ്പോൾ നുണയുടെ പോരുകൂടിയാണ് മുറുകുന്നത് എന്നുള്ളത് അത്യന്തം ഖേദകരമായ കാര്യം.